നമസ്കാരം. ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് നമ്മുടെ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയിട്ട് നമ്മൾ റിപ്പയർ ചെയ്തെടുത്ത നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പം ഐനെക്സ്റ്റിൻ്റെ BT156 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്. അതായത് നമ്മുടെ FM റേഡിയോ ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, ഉദാഹരണത്തിന് ഈ മോഡൽ തന്നെ, ഇതിപ്പം ഐനെക്സിൻ്റെ ഈ മോഡൽ, ഇതിനകത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ കൂടാതെ തന്നെ FM റേഡിയോയുടെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓണാക്കാം, നിങ്ങളുടെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം ഈ സംഭവത്തിനകത്ത് നമ്മുടെ FM റേഡിയോയും കൂടെ ഉള്ള ടൈപ്പ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് നമുക്കറിയാം FM റേഡിയോ നല്ല റിസപ്ഷനുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആക്കിയിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേഡിയോയിൽ ചാനലൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ സ്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ കാണാം LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ, സ്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര നേരം കുത്തിയിട്ടാലും ഇതിന് ഒരു റിസപ്ഷനും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന് ഒരു പക്ഷേ ഈ പറയുന്ന FM റേഡിയോ ഒരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ FM റേഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് FM റേഡിയോ റിസപ്ഷൻ കിട്ടാറില്ല. അല്ലെങ്കിൽ അവർ FM സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിട്ടാറുണ്ട്. അല്ലാത്ത ഗതിയിൽ റിസപ്ഷൻ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ടോ, സ്കാനിങ് കഴിഞ്ഞ് എത്ര നേരം വെച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഒരു ചാനൽ പോലും ഇത് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ റേഡിയോയുടെ കുഴപ്പമോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമല്ല. ഇതൊക്കെയുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ആൻറ്റിന ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചാർജിങ് കേബിളോ അല്ലെങ്കിൽ ഇത് എൻ്റെ കേസിൽ മൈക്രോ USB ചാർജറാണ്. അപ്പം ആ ചാർജിങ് കേബിളും കുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചാർജിങ് കേബിളിൻ്റെ ഗ്രൗണ്ട് ലൈൻ ആൻറ്റിനയായിട്ട് വർക്ക് ചെയ്യും. ഇത്തരത്തിലുള്ള ബോർഡുകളെല്ലാം തന്നെ, ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോർഡെല്ലാം തന്നെ ഒരു ചെറിയ പ്രൈസിൽ ഉണ്ടാക്കിയിരിക്കുന്നതായതുകൊണ്ട് ആൻറ്റിന ഒന്നും വെച്ച് ഒരു ഹൈ ക്വാളിറ്റി സെറ്റപ്പിലൊന്നും അവർ ചെയ്യാറില്ല. നമ്മൾ ഈ പറഞ്ഞ ഇത് കണക്ട് ചെയ്തിട്ട് സ്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റേഡിയോ റിസപ്ഷൻ കിട്ടും. ഞാൻ ഇവിടെ ഒന്നുകൂടെ സ്കാനിങ് കൊടുക്കുകയാണ്. സ്കാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എത്ര ചാനൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് സ്കാനാണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്ത് സ്റ്റോർ ചെയ്യും. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരു ചാനൽ കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2 ചാനൽ, അതായത് നമ്മുടെ ഈ 2 ചാനൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ വയറിൻ്റെ പൊസിഷൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഈ തരത്തിലുള്ള ആൻറ്റിനകൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് റേഡിയോ റിസപ്ഷൻ്റെ ക്വാളിറ്റിയും കിട്ടുന്ന ചാനലിൻ്റെ എണ്ണവും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് വയർ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി കൊച്ചിയിലാണ് ഉള്ളത്. അപ്പം കൊച്ചിയിൽ എന്തായാലും 2 ചാനൽ കിട്ടിയാൽ പോരാ, നമുക്ക് അതിലും കൂടുതൽ ചാനൽ കിട്ടണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ കണ്ടോ, സ്കാനിങ്ങിന് ശേഷം നമുക്ക് ഇവിടെ 2-3 ചാനലുകൾ, 2-3 നമുക്ക് ഒരു എങ്ങനെ പോയാലും കുറഞ്ഞത് ഒരു 3-4 ചാനലുകൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. കൃത്യ എണ്ണമൊന്നും ഞാൻ എടുക്കുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം സോങ്ങൊന്നും കേൾക്കുന്നത് വെച്ച് എണ്ണിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 5 ചാനൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1, 2, ഒരു 3, 4, 5 ചാനലോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 5 ചാനലോളം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കറിലും FM റേഡിയോ ഓപ്ഷൻ ഉണ്ടായിട്ടും റിസപ്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് റേഡിയോ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം കൊച്ചിയിലൊക്കെ ഉള്ള ആളുകൾക്ക് ആൻറ്റിന ഇല്ലെങ്കിൽ കൂടി ഒരു പരിധി വരെ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബെറ്ററായിട്ട് നമുക്ക് അതിന് റേഡിയോ റിസപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.